ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്ന് നമുക്ക് ഒരു വേൾഡ് ഡെക്കർ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇത് പോണക്ക് ഈ ഒരു സൈസിലുള്ള ഒരു കാർഡ്ബോർഡും അതുപോലെ തന്നെ അത്രയും അതിൻ്റെ ആ ഒരു നീളത്തിലുള്ള പേപ്പറും എടുക്കണം, A4 ഷീറ്റ്. എന്നിട്ട് ഇത് പോണക്ക് ഒട്ടിച്ച് കൊടുക്കണം. നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിസ്തയുടെ തോട് കൊണ്ടിട്ടാണ്. അപ്പം ഇനി പിസ്ത കഴിച്ചിട്ട് പിസ്തയുടെ തോടൊന്നും എടുത്തറിയണ്ട, നമുക്കതിനെ ഒരു വാൾ ഡെക്കോറാക്കാം. ഇതേപോലെ കണ്ടു. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പത്രത്തിൻ്റെ 2 ഷീറ്റ് എടുത്തിട്ട് അതിങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്ത് വീണ്ടും അതിനെ ഒരു 2ആയിട്ട് കട്ട് ചെയ്ത് കണ്ടപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പീസസ് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ചുരുട്ടി കമ്പ് കൂട്ടാക്കി എടുക്കണം. അങ്ങനെ നമുക്ക് ആ പേപ്പറിനെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു 8 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പേസ്റ്റ് ബോർഡ് എന്ന് ആ കാർഡ്ബോർഡിൻ്റെ സൈസിൽ, അതായത് ഇച്ചിരി നീക്കി കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ മൊത്തത്തിൽ ചെയ്യാം. എന്നിട്ട് അതിനെല്ലാം നമുക്ക് കറുപ്പ് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അതിനെ എല്ലാത്തിനും നമുക്ക് കളർ അടിക്കാം. ഓക്കേ, ഡൺ. ഇനി നമുക്ക് ചെടിയുടെ തണ്ട് ആ സംഭവം വരച്ച് കൊടുക്കാം. ഇതേപോലെ വളഞ്ഞൊന്നല്ല, നേരെയൊക്കെ വരയ്ക്കാം. അറിയാവുന്നൊരു പ്രൊഫഷണൽ നല്ലപോലെ വരയ്ക്കാൻ അറിയാവുന്നവർക്കൊക്കെ നല്ല രീതിയിൽ വരയ്ക്കാം. എന്നെക്കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലല്ലേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ തറയിൽ വയ്ക്കാനുള്ള ചട്ടിയിലല്ലോ ഫ്ലവേഴ്സ്, ആ സംഭവം റെഡിയാക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പറില്ലേ, ആ സംഭവം ഞാൻ എടുത്ത് അത് ഏതോ ആർക്കോ ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ ബാക്കി ഇവിടെ ഇരുന്നത് അത് ഞാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത്. ഇനി നമുക്ക് അതിനെ കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. കണ്ടോ, ഒട്ടിച്ചു റെഡിയാക്കി. ഇനിയാണ് നമ്മളുടെ മെയിൻ ഐറ്റം പിസ്തയുടെ തോട്. അതിനെല്ലാം ഇട്ട് ഇനി ഇങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ഓരോ പശയെടുത്ത് ഇതേപോലെ ഒട്ടിക്കുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഡൺ. ഇനി അതെല്ലാം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വയ്ക്കണം. കാരണം പെട്ടെന്ന് നമുക്ക് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ അത് നടക്കത്തില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിരുന്ന അതില്ലേ, ആ കമ്പ്, ആ സംഭവം നമ്മൾ 2 എണ്ണം കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ച് ചെയ്യണം. അപ്പം നമുക്ക് 4 പീസസ് കിട്ടത്തില്ലേ. എന്നിട്ട് നമ്മളിതിനെ അതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കണം. റെഡി. ഇനിയാണ് നമുക്ക് മെയിൻ ഐറ്റം, നമ്മളുടെ പിസ്തയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ റെഡ്, ബ്ലൂ, യെല്ലോ, പിന്നെ എനിക്കൊരു റെഡും പിന്നെ വൈറ്റും കൂടാണെന്ന് തോന്നുന്നു മിക്സ് ചെയ്തപ്പോൾ ഒരു കളർ കിട്ടി. ആ കളറൂടെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. നമ്മളുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഭിത്തിയിലൊട്ടിക്കാനുള്ള 2 ഈ ഡബിൾ സൈഡ് ടൈപ്പ് ആണല്ലോ, അത് നമുക്ക് അപ്പുറം ഇപ്പുറമായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. റെഡി. അപ്പോൾ നമ്മൾ ചുമ്മാ തിന്നിട്ടെടുത്ത് കളയുന്നതാണോ നല്ലത്, ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഭിത്തിയിലൊട്ടിച്ച് വയ്ക്കുന്നതാണോ നല്ലത്? ഭംഗിയില്ലേ കാണാൻ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇങ്ങനെയുള്ള കുഞ്ഞു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ കേട്ടോ. ഇനി വരപ്പിനോടൊപ്പം തന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് കൊണ്ടുപോകാം. അപ്പോൾ ഓക്കെ, ബൈ.